മുമ്പ് ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നപ്പോൾ മാസച്ചെലവ് 3000 രൂപയിൽ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ മാസച്ചെലവ് ഏകദേശം 450 രൂപ മാത്രമാണ്. അതിനാൽ ഓരോ മാസവും നല്ലൊരു തുക ഞാൻ ലാഭിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്റെ വിളകളിൽ മറ്റു രോഗങ്ങൾ ഒന്നും വന്നിട്ടില്ല. മുമ്പ് പൂക്കളിൽ നല്ല തൂക്കമുള്ള വിളവ് ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂവിന്റെ തണ്ടുകൾ നോക്കിയാൽ തന്നെ നല്ല ആരോഗ്യമാണെന്ന് കാണാം. അതുപോലെ തന്നെ വിളവിന്റെ തൂക്കവും വളരെ കൂടുതലായി. മുമ്പ് എത്ര പൂക്കൾ വിളവെടുത്തിലും ആകെ തൂക്കം കുറവായിരുന്നു. ഇപ്പോൾ പൂക്കൾ കട്ടിയുള്ളതും നല്ല ഭാരമുള്ളതുമാണ്. ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ വാഴ, ചോളം, കരിമ്പ്, മുളക് തുടങ്ങിയ മറ്റു വിളകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ല ഫലമാണ് ലഭിച്ചത്. നിങ്ങൾക്കും വാങ്ങി ഉപയോഗിച്ചു നോക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഞാൻ ഇത് കവുങ്ങിലും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയും നല്ല ഫലം കാണുന്നു. നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ തീർച്ചയായും ഫലം ഉണ്ടാകും. എന്റെ പേര് പളനി. ഞാൻ തിരുവണ്ണാമലൈ ജില്ലയിലെ കിൽപ്പെണ്ണാത്തൂർ താലൂക്കിലെ കൊത്തണ്ടവാരി ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. ഞാൻ ഒരു ജൈവ കർഷകനാണ്. മുമ്പ് ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഫേസ്ബുക്കിൽ പരസ്യം കണ്ട ശേഷം വേരുകളുടെ വളർച്ചയ്ക്കായി അഭിമാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ഇത് മാസം തോറും ഒരിക്കൽ ഉപയോഗിക്കുന്നു. FL77 എന്ന ഉൽപ്പന്നം ഞാൻ 15 ദിവസത്തിലൊരിക്കൽ ഉപയോഗിക്കുന്നു. 10 ലിറ്റർ വെള്ളത്തിന് 200 മില്ലി എന്ന അനുപാതത്തിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 20 ലിറ്റർ സ്പ്രേയർ ഉപയോഗിക്കുന്നതിനാൽ ഒരു ടാങ്കിന് 400 മില്ലി ചേർക്കുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം, ചെടികൾ വളരെ ആരോഗ്യകരമായി വളരുന്നു. വൈറസ് രോഗങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഇത് വളരെ ഫലപ്രദമായ ഉൽപ്പന്നമാണ്. മുമ്പ് പറഞ്ഞതുപോലെ വാഴ, ചോളം, കരിമ്പ്, മുളക് എന്നിവയിലും ഞാൻ ഉപയോഗിച്ചു. വളരെ നല്ല ഫലം ലഭിച്ചു. നിങ്ങൾക്കും വാങ്ങി ഉപയോഗിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. കവുങ്ങിലും ഇപ്പോഴും ഉപയോഗിക്കുന്നു. അവിടെയും ഫലം നല്ലതാണ്. മുമ്പ് രാസവളങ്ങൾ ഉപയോഗിച്ചപ്പോൾ മാസച്ചെലവ് 3000 രൂപയിൽ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ 450 രൂപ മാത്രമാണ്. അതിനാൽ നല്ലൊരു തുക ഞാൻ ലാഭിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്റെ വിളകളിൽ രോഗപ്രശ്നങ്ങളൊന്നുമില്ല. വാഴവിളയിലും ഇത് ഉപയോഗിച്ചു. നല്ല ഫലം ലഭിച്ചു. ഈ APKS ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് വളരെ പ്രയോജനകരമാണ്. FL77 ഉൽപ്പന്നം എന്റെ മുളക് കൃഷിയിൽ മികച്ച ഫലം നൽകി. തക്കാളിയിലും അതേ രീതിയിൽ നല്ല ഫലമുണ്ടായി. ഇപ്പോൾ ഞാൻ ഇത് മുല്ല കൃഷിയിലും ഉപയോഗിക്കുന്നു. മുല്ല നട്ടിട്ട് ഏകദേശം 2 മാസമായി. ആകെ 670 ചെടികളുണ്ട്. മുഴുവൻ സ്ഥലത്തും ഒരേ രീതിയിൽ നല്ല ഫലമാണ് കാണുന്നത്. മുമ്പ് ഈ വിളകൾ കൃഷി ചെയ്തപ്പോൾ പകുതിയിലധികം ചെടികൾ വൈറസ് രോഗബാധിതമായിരുന്നു. അതുകൊണ്ടുതന്നെ ഞാൻ രാസവളങ്ങൾ ഉപേക്ഷിച്ച് ജൈവ കൃഷിയിലേക്ക് മാറി. വാഴമരങ്ങൾ നോക്കിയാൽ തന്നെ കുലകൾ നല്ല രീതിയിൽ വളരുന്നതായി കാണാം. ഈ രീതി വാഴ കൃഷിക്ക് വളരെ ഗുണകരമാണ്. പൂന്തോട്ടങ്ങൾക്കും അതുപോലെ തന്നെ ഫലപ്രദമാണ്. ഇത് പിന്തുടരുന്ന കർഷകർക്ക് നല്ല ഫലം ഉറപ്പാണ്. 15 ദിവസത്തിലൊരിക്കൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ 1/2 ഏക്കർ സ്ഥലത്ത് മുല്ല കൃഷി ചെയ്യുന്നു. എന്റെ ആകെ മാസച്ചെലവ് 450 രൂപ മാത്രമാണ്. മുമ്പ് പൂക്കൾക്ക് നല്ല തൂക്കം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പൂവിന്റെ തണ്ടുകൾ ശക്തവും ആരോഗ്യകരവുമാണ്. വിളവിന്റെ തൂക്കവും വളരെ കൂടുതലായി. മുമ്പ് സാധിക്കാത്ത ഫലം ഇപ്പോൾ ലഭിക്കുന്നു. പൂക്കൾ ഇപ്പോൾ കട്ടിയുള്ളതും നിറഞ്ഞതുമാണ്. നിങ്ങളും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു നോക്കൂ. ഫലം നേരിട്ട് അനുഭവിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇത് വ്യത്യസ്തവും സന്തോഷകരവുമായ അനുഭവമായിരിക്കും. പലരും ചെടി വളരെ ഇരുണ്ട പച്ചനിറത്തിലായാൽ മാത്രമേ ആരോഗ്യകരമാകൂ എന്ന് കരുതുന്നു. പക്ഷേ അത് ശരിയല്ല. ഈ ചെടികളെ നോക്കിയാൽ സ്വാഭാവികമായ പച്ചനിറമാണ് കാണുന്നത്. അതാണ് യഥാർത്ഥ ആരോഗ്യനില. അതിയായി ഇരുണ്ട പച്ചനിറം ചിലപ്പോൾ തിരിച്ചടിയാകാം. കൂടുതൽ വിളവിന് കാരണമാകണമെന്നില്ല. ഇതാണ് ആരോഗ്യകരമായ മുല്ലച്ചെടികളുടെ ശരിയായ നിറം. ഞാൻ മറ്റു വളങ്ങൾ ഒന്നും നൽകിയിട്ടില്ല. അഭിമാൻ മാത്രമാണ് ഉപയോഗിച്ചത്. ഇതിന്റെ ഗുണം എല്ലാത്തരം വിളകളിലും കാണാം.